ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാദിനം ഇന്ന് 8. ഇന്നത്തെ വിഷയം കൈകേയിയുടെ 2 വരങ്ങൾ, ശ്രീരാമന്റെ വനവാസം, സീതയുടെയും ലക്ഷ്മണന്റെയും തീരുമാനം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ അയോധ്യ മുഴുവൻ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിനായി ഒരുങ്ങിയതും മന്ത്രിയുടെ കുതന്ത്രത്താൽ കൈകേയിയുടെ മനസ്സ് മാറിയതും നാം കേട്ടു. ഇന്ന് രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ്. പട്ടാഭിഷേകത്തിന് തലേന്ന് രാത്രി ദശരഥ മഹാരാജാവ് സന്തോഷത്തോടുകൂടി കൈകേയിയുടെ കൊട്ടാരത്തിലെത്തി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു. കൈകേയി ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി നിലത്ത് കിടക്കുകയായിരുന്നു. രാജാവ് കാര്യം അന്വേഷിച്ചപ്പോൾ കൈകേയി പഴയ വാഗ്ദാനം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ഒരിക്കൽ യുദ്ധത്തിൽ ഞാൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചപ്പോൾ 2 വരങ്ങൾ തരാമെന്ന് അങ്ങ് വാക്ക് നൽകിയിരുന്നു. ഇപ്പോൾ ആ വരങ്ങൾ വേണം. ദശരഥൻ സന്തോഷത്തോടെ പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കൂ. അപ്പോൾ കൈകേയി പറഞ്ഞു, 1ാമത്തെ വരം, എന്റെ മകൻ ഭരതനെ അയോധ്യയുടെ രാജാവാക്കണം. 2ാമത്തെ വരം, ശ്രീരാമൻ 14 വർഷം വനവാസത്തിന് പോകണം. ഈ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് തകർന്നുപോയി. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. കണ്ണുനീരൊഴുകി. കൈകേയി വേറെ എന്ത് വേണമെങ്കിലും ചോദിക്കൂ, പക്ഷേ രാമനെ വനത്തിലേക്ക് അയക്കാൻ പറയരുത് എന്ന് അദ്ദേഹം അപേക്ഷിച്ചു. പക്ഷേ കൈകേയി തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇതിനിടെ ശ്രീരാമനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഒന്നും അറിയാതെ ശ്രീരാമൻ സന്തോഷത്തോടുകൂടി അവിടെ എത്തി. അവിടെ അച്ഛന്റെ ദുഃഖവും കൈകേയിയുടെ കഠിന മുഖവും കണ്ടു. കൈകേയി തന്നെ കാര്യം പറഞ്ഞു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ശ്രീരാമൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അമ്മേ, അച്ഛൻ നൽകിയ വാക്ക് പാലിക്കപ്പെടണം. ഭരതൻ രാജാവാകട്ടെ. ഞാൻ ഇന്നു തന്നെ വനത്തിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ മുഖത്ത് വിഷമമോ നിരാശയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം പിതാവിന്റെ വാക്ക് പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു, സ്വാമി, അങ്ങ് എവിടെയാണോ അവിടെയാണ് എന്റെ അയോധ്യ. ഞാൻ അങ്ങയെ വിട്ട് ഇവിടെ താമസിക്കില്ല. ശ്രീരാമൻ വനജീവിതത്തിന്റെ കഷ്ടതകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ സീതാദേവി ഉറച്ചു നിന്നു. ലക്ഷ്മണനും മുന്നോട്ട് വന്നു പറഞ്ഞു, ചേട്ടാ, ഞാൻ കൂടെയുണ്ട്. അങ്ങയെ സേവിക്കുകയാണ് എന്റെ ജീവിത ലക്ഷ്യം. അങ്ങനെ അവർ 3 വനവാസത്തിന് തയ്യാറായി. ഈ വാർത്ത അയോധ്യയിൽ പടർന്നതോടെ നഗരം മുഴുവൻ ദുഃഖത്തിലായി. ഇന്നലെ ആഘോഷത്തിനായി അലങ്കരിച്ച വീഥികൾ ഇന്ന് കണ്ണുനീരാൽ നനഞ്ഞു. ജനങ്ങൾ പറഞ്ഞു, രാമനില്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് വേണ്ട. ഇവിടെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. ഇന്നത്തെ സന്ദേശം, ഈ സംഭവത്തിൽ നിന്ന് 3 മഹത്തായ പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ശ്രീരാമൻ പഠിപ്പിക്കുന്നത് ധർമ്മത്തിനു വേണ്ടി സ്വന്തം ദുഃഖം പോലും ത്യജിക്കണം. സീതാദേവി പഠിപ്പിക്കുന്നത് സ്നേഹവും വിശ്വസ്തതയും സാഹചര്യങ്ങളെ ആശ്രയിച്ചില്ല. ലക്ഷ്മണൻ പഠിപ്പിക്കുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള സേവയാണ് ഏറ്റവും വലിയ ഭക്തി. ഹേ സീതാരാമ, ജീവിതത്തിലെ ദുഃഖങ്ങളും പരീക്ഷണങ്ങളും ധർമ്മത്തോടും ക്ഷമയോടും കൂടി നേരിടാനുള്ള മനോബലം ഞങ്ങൾക്ക് നൽകണമേ. സീതയുടെ ഭക്തിയും ലക്ഷ്മണന്റെ സേവാഭാവവും ഞങ്ങളുടെ ജീവിതത്തിലും വളർത്തണമേ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. നാളെ അയോധ്യയിൽ നിന്ന് യാത്ര, ജനങ്ങളുടെ വിലാപം, ഗുഹനുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഗംഗാനദി കടക്കൽ, ഇവയൊക്കെ നാളെ നമ്മൾക്ക് അനുസ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.